നീഞ്ചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാണ് അവിടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇറങ്ങിയ ഞാൻ ആസിഫുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിട്ട് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. അപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അത് ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി എഴുതുക മനുഷ്യൻ പാവം. സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി മോളെ. അത് എവിടെയാ? ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, URA ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറേ പേര് അതായത് ഓടി ഉത്തരങ്ങളല്ലേ. അതിനെ എടുത്തിന് ഇവിടെ പറയണം. എന്താ സ്വാധീനിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള 10 ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? നിന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല. നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി എഴുതുക മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം. പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നമ്മളിപ്പോൾ ഞാനും അജുവും അല്ലെങ്കിൽ സീൻ ചേട്ടൻ അല്ലെങ്കിൽ നീം ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ കണ്ടത് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൺ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നീഞ്ചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാണ് അവിടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോ അവിടെ അതുപോലെ ഒരാളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണ അവിടെ വരും. അപ്പോ ഇവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു സ്വയമായിട്ട് കുട്ടികൾക്ക് ഒരു ബലമില്ലെങ്കിൽ ഒരു പരാജയം വലുതായിട്ട് സംഭവിക്കാറുണ്ട്. അതെന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. അതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരുമിച്ച് അഭിനയിച്ചു. അത് വളരെ സത്യസന്ധതല്ലേ. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ. അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ചോദിച്ചോ? സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മളവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു, അപ്പൊ എനിക്കൊരു 90% ഇത് ഓക്കെയാണ്. കാരണം ചേച്ചി ഇതുപോലത്തെ ഒരു ബാനറിൽ ഇത്രയും സക്സസ് റേറ്റിൽ ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് മുടക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളിപ്പോവാം അല്ലേ. പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ സ്ക്രിപ്റ്റ് അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇത് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്.
ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ സർക്കിട്ട് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. അപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, അതിന് എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ.